Welcome all. Today we are going to discuss about our first unit in block 5, Introduction to Branch Accounts. Let's start with an introduction. Branch refers to business units of an organization set up at various locations to reach a wider market. ഒരു വൈഡ് മാർക്കറ്റ് പിടിച്ചടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു വൈഡ് മാർക്കറ്റ് ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലെ വേരിയസ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ഓപ്പൺ ചെയ്യാനായി മിക്ക ബിസിനസ്സുകളും ശ്രമിക്കാറുണ്ട്. ഇത്തരത്തിൽ അവർ ഓപ്പൺ ചെയ്യുന്ന ഓരോ സബ് യൂണിറ്റ്സിനെയും ആണ് ബ്രാഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Though such branches are located at a distant location from the headquarters, they perform all the activities under the control of the head office. ഇത്തരത്തിലുള്ള ബ്രാഞ്ചസ് സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്നും ഡിസ്റ്റൻസ് ലൊക്കേഷനിലായിരിക്കും, അതായത് വ്യത്യസ്ത ലൊക്കേഷനുകളിലായിരിക്കും ആരംഭിക്കുക. പക്ഷേ ആ എല്ലാ ബ്രാഞ്ചസിൻ്റെയും ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. To control the activities of these branches, specialized accounting techniques have been employed. ഇത്തരത്തിലുള്ള ബ്രാഞ്ചസിൻ്റെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടെക്നിക്സിനെ മാനേജ്മെൻറ്റ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കും. ദിസ് ഈസ് വേർ ബ്രാഞ്ച് അക്കൗണ്ടിങ് കംസ് ഇൻ ടു പ്ലേ വിത്ത് ഫെസിലിറ്റേറ്റ്സ് ദ കമ്പനി ഇൻ ഫിഗറിംഗ് ഔട്ട്. ഇവിടെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് പ്രസക്തമാകുന്നത്. ഇത് കമ്പനിയെ താഴെ പറയുന്നവ ഫിഗർ ഔട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിൽ സഹായിക്കുന്നു. ഫസ്റ്റ് വൺ, പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബ്രാഞ്ച് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഇത്തരത്തിലുള്ള ബ്രാഞ്ചിൻ്റെ ലാഭക്ഷമത അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതിന് ബ്രാഞ്ച് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് കേസ്, വെദർ എ ബ്രാഞ്ച് ഷുഡ് ബി എക്സ്പാൻഡഡ് ഓർ ക്ലോസ്ഡ്. ഒരു ബ്രാഞ്ചെ എക്സ്പാൻഡ് ചെയ്യണോ അതോ ക്ലോസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിന് ബ്രാഞ്ച് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഹൗ മച്ച് ക്യാഷ് ആൻഡ് സ്റ്റോക്ക് ഈച്ച് ബ്രാഞ്ച് റിക്വയേഴ്സ്. ഓരോ ബ്രാഞ്ചിലും എത്രത്തോളം സ്റ്റോക്കും ക്യാഷും ആവശ്യമാണ് എന്ന് നിർണ്ണയിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. And last one, how much stock is possessed by a branch at the end of each accounting period. ഓരോ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനവും ഓരോ ബ്രാഞ്ചിലും കൈവശമുണ്ടാവുന്ന അല്ലെങ്കിൽ ഓരോ പീരീഡിൻ്റെ അവസാനവും ഉണ്ടാവുന്ന സ്റ്റോക്കിൻ്റെ പൊസിഷൻ അറിയാനായി അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് എന്നറിയാനായി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മീനിങ് ഓഫ് ബ്രാഞ്ച്. ബ്രാഞ്ച് എന്നുകൊണ്ടുള്ള മീനിങ് നോക്കാം. Business must make their product available across a wider geographic area in order to increase sales, and they may have typically divide their company into different divisions or parts. ബിസിനസ്സിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിനായി ബിസിനസ്സുകൾ അവരുടെ പ്രൊഡക്ട്സ് വിശാലമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ ഡിഫറെൻറ്റ് ഡിവിഷനിലായിട്ട് പ്രദർശിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ്. കൂടാതെ അവർ സാധാരണയായിട്ട് ഒരു കമ്പനിയെ വ്യത്യസ്ത ഡിവിഷനുകളായിട്ടുള്ള ഭാഗങ്ങളായോ വിഭജിക്കാം. ബ്രാഞ്ച് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓർ സബ് ഡിവിഷൻ ഓഫ് എൻ എക്സിസ്റ്റിംഗ് ബിസിനസ്. സോ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സബ് ഡിവിഷൻ, വ്യാപിപ്പിക്കൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വ്യാപനം, ഇതൊക്കെയാണ് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ ചെയിൻ ഓഫ് ഷോപ്സ് ഫങ്ഷനിങ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൻ്റെ കൺട്രോളിൽ ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസിൽ അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ചെയിൻ ഓഫ് ഷോപ്സ് അല്ലെങ്കിൽ ഒരു ചെയിനായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഷോപ്പുകളെയാണ് ബ്രാഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മേ ഓൾസോ ബി എ ഫുൾ ഫ്ലഡ്ജഡ് മാനുഫാക്ചറിങ് യൂണിറ്റ്. അതായത് ഹെഡ് ഓഫീസിൻ്റെ നിയന്ത്രണത്തിലുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഷോപ്പുകളുടെ ഒരു ശൃംഖലയാണ് ഇതെന്ന് പറയാം. ഇത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുമാകാം. അതായത് ദ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ദാറ്റ് ആർ ലൊക്കേറ്റഡ് അണ്ടർ ദ സെയിം റൂഫ് ആർ നോട്ട് ബ്രാഞ്ചസ്. എന്നാൽ ഒരേ റൂഫിന് കീഴിൽ അല്ലെങ്കിൽ ഒരേ മേൽക്കൂരയിൽ സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത ഡിവിഷനുകളെ ബ്രാഞ്ചുകളെന്ന് വിളിക്കില്ല. അത്തരം ഡിവിഷനുകൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ബ്രാഞ്ചസ് നോക്കാം. ഓരോ ബ്രാഞ്ചിനും പ്രത്യേകതകളുണ്ട്, അത് നോക്കാം. ദ ഫോളോയിങ് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് എ ബ്രാഞ്ച്. ഫസ്റ്റ് പോയിൻറ്റ്, എ ബ്രാഞ്ച് ഈസ് എ ലോക്കൽ ഓഫീസ് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് എ സെൻട്രൽ ഓഫീസ് ഈസ് നോൺ ആസ് ഹെഡ് ഓഫീസ്. അതായത് ഹെഡ് ഓഫീസ് എന്നറിയപ്പെടുന്ന ഒരു സെൻട്രൽ ഓഫീസിൻ്റെ ഭാഗമായി വരുന്ന ഒരു ലോക്കൽ ഓഫീസാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻറ്റ്, എ ബ്രാഞ്ച് ഡസ് നോട്ട് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു ബ്രാഞ്ചിന് പ്രത്യേക നിയമപരമായിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ സ്ഥിരത ഉണ്ടായിരിക്കില്ല. അതായത് ഹെഡ് ഓഫീസിൻ്റെ കീഴിലായിരിക്കും ഒരു ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. തേർഡ് പോയിൻറ്റ്, ഓൾ ബ്രാഞ്ചസ് ആർ കൺട്രോൾഡ് ബൈ ഹെഡ് ഓഫീസ്. കാരണം എല്ലാ ബ്രാഞ്ചുകളും കൺട്രോൾ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. നെക്സ്റ്റ് പോയിൻറ്റ്, ബ്രാഞ്ചസ് ആർ ഓപ്പൺ ടു ഇൻക്രീസ് സെയിൽസ് ഇൻ വേരിയസ് ഏരിയാസ് വിച്ച് കാനോട്ട് ബി ഡയറക്ട്ലി സെർവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്. അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് നേരിട്ട് സേവനം നൽകാൻ കഴിയാത്ത
വിവിധ മേഖലകളിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള ബ്രാഞ്ചസുകൾ ഓപ്പൺ ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ക്യാപിറ്റൽ ഇൻ ഈച്ച് ബ്രാഞ്ച് ഇൻവെസ്റ്റഡ് ബൈ ദ ഹെഡ് ഓഫീസ് ഫോർ അക്വസിഷൻ ഓഫ് വേരിയസ് അസറ്റ്സ്. ഓരോ ബ്രാഞ്ചിലും ക്യാപിറ്റലിൽ വിവിധ അസറ്റ്സ് അക്വയർ ചെയ്യുന്നതിനായിട്ട് ഹെഡ് ഓഫീസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. നെക്സ്റ്റ് പോയിന്റ്, ദ ബേസിക് പർപ്പസ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിംഗ് ഈസ് ടു അസർട്ടൈൻ ദ ബ്രാഞ്ച് ഇൻകം, ബ്രാഞ്ച് എക്സ്പെൻസ്, ബ്രാഞ്ച് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതായത് ഒരു ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അടിസ്ഥാന ലക്ഷ്യം എന്ത്, ബ്രാഞ്ചിൻ്റെ വരുമാനം, ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസുകൾ, ബ്രാഞ്ച് അസറ്റ്സ്, ലയബിലിറ്റീസ് എന്നിവ കണ്ടെത്തുക എന്നതാണ്. നെക്സ്റ്റ് വൺ, സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആർ കെപ്റ്റ് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിനും ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിരിക്കും. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് നോമിനൽ ലെജർ അക്കൗണ്ട് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ്. ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്നത് ഒരു പ്രത്യേക അക്കൗണ്ടിങ് പീരീഡിലേക്കായി തയ്യാറാക്കിയ ഒരു നോമിനൽ ലെജർ അക്കൗണ്ടാണ്. ലാസ്റ്റ് പറയുന്നത്, ബ്രാഞ്ച് അക്കൗണ്ട് ഹെൽപ്പ് ദ ഹെഡ് ഓഫീസ് ടു വാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിൻ്റെയും പെർഫോമൻസ് വിലയിരുത്താൻ ബ്രാഞ്ച് അക്കൗണ്ടുകൾ ഹെഡ് ഓഫീസിനെ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ആണ്. ഫ്രം ദ അക്കൗണ്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഓൺ ദ ബേസ് ഓഫ് ഡിഗ്രി ഓഫ് കൺട്രോൾ എക്സൈസ് ബൈ ഹെഡ് ഓഫീസ്, ബ്രാഞ്ചസ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഫോളോയിങ് കാറ്റഗറീസ്. അക്കൗണ്ടിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഹെഡ് ഓഫീസ് നടത്തുന്ന കൺട്രോളിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിലും ശാഖകളെ അല്ലെങ്കിൽ ബ്രാഞ്ചസിനെ താഴെ പറയുന്ന വിഭാഗങ്ങളാക്കി തിരിക്കാവുന്നതാണ്. അതായത് ഡിപെൻഡ് ബ്രാഞ്ചസ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്, ഫോറിൻ ബ്രാഞ്ചസ് തുടങ്ങിയവയാണവ. ഫസ്റ്റ് നമുക്ക് ഡിപെൻഡ് ബ്രാഞ്ചസ് എന്താണെന്ന് നോക്കാം. ദോസ് ബ്രാഞ്ചസ് ദാറ്റ് ഡു നോട്ട് കീപ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആർ കോൾഡ് ഡിപെൻഡ് ബ്രാഞ്ചസ്. ഇവിടെ പറയുന്നത് ഫുൾ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ കീപ്പ് ചെയ്യാത്ത ബ്രാഞ്ചസിനെയാണ് ഡിപെൻഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. സച്ച് ബ്രാഞ്ചസ് ഡു നോട്ട് മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ ഇറ്റ് സെൽഫ് ബൈ ഹോൾ ഡിപെൻഡ് ഓൺ ഹെഡ് ഓഫീസ്. ഇത്തരം ബ്രാഞ്ചുകളുടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് ഹെഡ് ഓഫീസായിരിക്കും അതിൻ്റെ വിവിധ ബ്രാഞ്ചുകളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്. ഓൾ ദി ട്രാൻസാക്ഷൻസ് വിച്ച് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ ഹെഡ് ഓഫീസ് ആൻഡ് ദ ബ്രാഞ്ചസ് ആർ റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. അതായത് ഹെഡ് ഓഫീസിൻ്റെയും ഇത്തരം ബ്രാഞ്ചുകളുടെയും ഇടയിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദ ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് ഓൺലി ക്യാഷ് ബുക്ക് ആൻഡ് റെക്കോർഡ്സ് ഇറ്റ്സ് ഡെപ്റ്റേഴ്സ്. ഇത്തരം ബ്രാഞ്ചുകളിലെ ക്യാഷ് ബുക്ക് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കൂടാതെ അവരുടെ ഡെപ്റ്റേഴ്സിനെ കുറിച്ചുള്ള റെക്കോർഡുകളും. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ബ്രാഞ്ചസ് ആർ. ഇത്തരം ബ്രാഞ്ചുകളുടെ മെയിൻ ഫീച്ചേഴ്സാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ബ്രാഞ്ച് സെൽസ് ഓൺലി ദോസ് ഗുഡ്സ് വിച്ച് ആർ റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്തിരിക്കുന്ന, അതായത് ലഭിച്ചിരിക്കുന്ന ഗുഡ്സ് സെയിൽ ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഇത്തരം ബ്രാഞ്ചുകൾക്കുള്ളൂ. സെക്കൻഡ് വൺ, ഓൾ ദി ഗുഡ്സ് ആർ സപ്ലൈഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഇൻ സം സർക്കംസ്റ്റാൻസസ്, with the permission from head office, the branch may be allowed to make purchases from the local parties for which payments are made directly by the head office. എല്ലാ ഗുഡ്സും സപ്ലൈ ചെയ്യുന്നത് ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും. ചില സാഹചര്യങ്ങളിൽ ഹെഡ് ഓഫീസിൻ്റെ പെർമിഷനോട് കൂടി ബ്രാഞ്ചുകൾക്ക് ലോക്കൽ പാർട്ടീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിന് പെർമിഷൻ ലഭിക്കാറുണ്ട്. ഇതിൻ്റെ പേയ്മെൻറ്റ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് നേരിട്ട് നടത്തുകയാണ് ചെയ്യുന്നത്. തേർഡ് ഫീച്ചർ, goods are supplied by the head office to such branch either at cost price or invoice price. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഇത്തരം ഗുഡ്സ് കോസ്റ്റ് പ്രൈസിലോ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലോ ആയിരിക്കും നൽകുക. ഫോർത്ത് വൺ, നോർമലി ബ്രാഞ്ചസ് മേക്ക് ക്യാഷ് സെയിൽസ്. സാധാരണയായി ബ്രാഞ്ചുകൾ ക്രെഡിറ്റ് സെയിൽ പ്രോത്സാഹിപ്പിക്കാറില്ല, ക്യാഷ് സെയിൽ മാത്രമാണ് നടത്തുന്നുള്ളൂ. ഇൻ സം കേസസ് ബ്രാഞ്ച് ഈസ് അലൗഡ് ടു മേക്ക് ക്രെഡിറ്റ് സെയിൽ ടു അപ്രൂവ്ഡ് കസ്റ്റമേഴ്സ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഹെഡ് ഓഫീസ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ, ചില കേസുകളിൽ ഹെഡ് ഓഫീസിൻ്റെ സമ്മതത്തോടു കൂടി അപ്രൂവ്ഡ് കസ്റ്റമേഴ്സിനെ, അതായത് അംഗീകരിച്ച കസ്റ്റമേഴ്സിനെ ക്രെഡിറ്റ് സെയിൽ നൽകാനും ബ്രാഞ്ചുകൾക്ക് പെർമിഷൻ ലഭിക്കാറുണ്ട്. സെക്കൻഡ് ഫീച്ചർ, ഓൾ മേജർ എക്സ്പെൻസ് ഓഫ് ബ്രാഞ്ച് ആർ പെയ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഹവർ പെറ്റി എക്സ്പെൻസസ് ആർ മെറ്റ് ബൈ ബ്രാഞ്ച് മാനേജർ. ബ്രാഞ്ചിൻ്റെ എല്ലാ മേജർ എക്സ്പെൻസുകളും, ഇമ്പോർട്ടൻറ്റ് എക്സ്പെൻസുകളെല്ലാം ഹെഡ് ഓഫീസിൽ നിന്നാണ് പെയ്ഡ് ചെയ്യുന്നത്. എന്നാൽ ചില പെറ്റി എക്സ്പെൻസുകൾ, സ്മോൾ എമൗണ്ട്സ് എക്സ്പെൻസുകൾ ബ്രാഞ്ച് മാനേജറാണ് മീറ്റ് ചെയ്യുക. സെക്കൻഡ് ഫീച്ചർ പറയുന്നത്, ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ക്യാഷ് സെയിൽസ് ആൻഡ് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ഈസ് പീരിയോഡിക്കലി റിമിറ്റഡ് ടു ഹെഡ് ഓഫീസ്. ഇത്തരം ബ്രാഞ്ചുകളിൽ റിസീവ് ചെയ്യുന്ന ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ടുകളും ഡെപ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടും
ഹെഡ് ഓഫീസിനെ പീരിയോഡിക്കലി സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഫീച്ചർ, ബ്രാഞ്ച് അക്കൗണ്ട്സ് വിൽ ബി മെയിൻറ്റെയിൻഡ് ബൈ ഹെഡ് ഓഫീസ്. ബ്രാഞ്ച് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്. ഹവവർ, ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് മെമ്മോറണ്ടം റെക്കോർഡ്സ് ലൈക്ക് ക്യാഷ് ബുക്ക്, സ്റ്റോക്ക് രജിസ്റ്റർ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, പെറ്റി ക്യാഷ് ബുക്ക് എക്സെട്ര. എന്നാൽ ബ്രാഞ്ച് അക്കൗണ്ട്സ് ക്യാഷ് ബുക്ക്, സ്റ്റോക്ക് രജിസ്റ്റർ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് പെറ്റി ക്യാഷ് ബുക്ക് തുടങ്ങിയ മെമ്മോറണ്ടം റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആണ്. ദ ബ്രാഞ്ചസ് ദാറ്റ് കീപ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആർ കോൾഡ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എല്ലാ അക്കൗണ്ടിങ് സിസ്റ്റവും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ബ്രാഞ്ച് അക്കൗണ്ടിൽ നിന്ന് ഇൻഡിപെൻഡൻ്റായി എല്ലാ അക്കൗണ്ട്സും സ്വയം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ബ്രാഞ്ചുകളെയാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. വെൻ ദ സൈസ് ഓഫ് ദ ബ്രാഞ്ച് ഈസ് വെരി ലാർജ്, ദ വർക്ക് ബിക്കം വെരി കോംപ്ലക്സ്. അതായത് ബ്രാഞ്ചിൻ്റെ സൈസ് വലുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ വർക്കുകളും വളരെ കോംപ്ലക്സിറ്റി നിറഞ്ഞതായിരിക്കും, അതായത് സങ്കീർണത നിറഞ്ഞതായിരിക്കും. ഇൻ സച്ച് കേസസ് ദ ബ്രാഞ്ച് പ്രിപ്പയർ ദർ അക്കൗണ്ട്സ് ഇൻഡിപെൻഡൻ്റ്ലി. ഇത്തരം സിറ്റുവേഷനിൽ, അതായത് ലാർജ് ബിസിനസ് ബ്രാഞ്ചസുകളിൽ അവരുടെ അക്കൗണ്ട്സ് അവർ തന്നെ ഇൻഡിപെൻഡൻ്റായി പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേ ഓൾസോ പർച്ചേസ് ആൻഡ് സെൽ ഗുഡ്സ് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻ അഡീഷൻ ടു ദ ഗുഡ്സ് ദാറ്റ് ആർ സപ്ലൈഡ് ബൈ ദ ഹെഡ് ഓഫീസ്. അതായത് ഇത്തരം വലിയ ബ്രാഞ്ചുകളിൽ അവർ തന്നെയാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതും ക്യാഷിനും ക്രെഡിറ്റ് സെയിലും നടത്തുന്നതും, കൂടാതെ അഡീഷണലായിട്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഹെഡ് ഓഫീസിന് സപ്ലൈ ചെയ്യുന്നതും എല്ലാം. ദിസ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. ഇത് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻഡിപെൻഡൻ്റായി പ്രവർത്തിക്കുന്നവയായിരിക്കും. തേർഡ് കേസ്, ഫോറിൻ ബ്രാഞ്ചസ്. വെൻ എ ബ്രാഞ്ച് ഇസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ കൺട്രി ഇറ്റ് ഈസ് കോൾഡ് എ ഫോറിൻ ബ്രാഞ്ച്. എപ്പോഴാണ് ഒരു ബ്രാഞ്ച് രാജ്യത്തിന് പുറത്ത്, അതായത് ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നത്, അത്തരം ബ്രാഞ്ചസിനെയാണ് ഫോറിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത്. സച്ച് ബ്രാഞ്ചസ് വിൽ കീപ് ദെയർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ടേംസ് ഓഫ് ഫോറിൻ കറൻസി which has to be converted into the currency of the country in which the head office is located. ഇത്തരം ബ്രാഞ്ചുകൾ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സൂക്ഷിക്കുന്നത് ഫോറിൻ കറൻസിയുടെ ബേസിലായിരിക്കും. അത് ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും, അതായത് പരിവർത്തനം ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇഫ് എൻ ഇന്ത്യൻ കമ്പനി ഹാസ് എ ബ്രാഞ്ച് ഇൻ USA, the branch trial balance will be in US dollars. The trial balance must be converted in rupees before it is incorporated in the head office books. അതായത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഇന്ത്യൻ കമ്പനി USA-യിൽ ഒരു ബ്രാഞ്ച് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രയൽ ബാലൻസ് US ഡോളേഴ്സിലായിരിക്കും പ്രിപ്പയർ ചെയ്തിരിക്കുക. ഈ ഒരു ട്രയൽ ബാലൻസ് പിന്നീട് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും, അതായത് ഹെഡ് ഓഫീസ് ബുക്സിൽ അത് പിന്നീട് റെക്കോർഡ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ഹെഡ്, മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് സെപ്പറേറ്റ് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആർ പ്രിപ്പയർഡ് ഫോർ ഈച്ച് ബ്രാഞ്ച്. ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്നത് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം തന്നെയാണ്. ഇത് ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉൾപ്പെടുന്നു. ഓരോ ബ്രാഞ്ചിനും ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആയിരിക്കും കീപ്പ് ചെയ്യുക. These branches are geographically separated from the rest of the business, and each branch has its own profit center and cost center. ഇത്തരം ഓരോ ബ്രാഞ്ചസും ജിയോഗ്രഫിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും, അതായത് ഭൂമിശാസ്ത്രപരമായി വ്യത്യസ്തമായിരിക്കും മറ്റ് ബിസിനസ്സുകളിൽ നിന്ന്. ഓരോ ബ്രാഞ്ചിലും സ്വന്തമായി പ്രോഫിറ്റ് സെൻറ്ററും കോസ്റ്റ് സെൻറ്ററും ഉണ്ടായിരിക്കും. Normally the objectives of keeping branch accounts are determined by the owner of the business. സാധാരണയായി ബ്രാഞ്ച് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത് ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ആയിരിക്കും. ദ പ്രൈമറി ഗോൾ ഓഫ് മെയിൻറ്റെയിനിങ് ബ്രാഞ്ച് അക്കൗണ്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക എന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ആശ്രയിച്ചിരിക്കുന്നത്. കൂടാതെ ആൻഡ് ദ യൂണിക് റിക്വയർമെൻറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ ബ്രാഞ്ച്, ആ പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ പ്രധാനപ്പെട്ട ആവശ്യകതയുടെയും ബേസിലായിരിക്കും ഇതിൻ്റെ ബ്രാഞ്ച് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക എന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അടങ്ങിയിരിക്കുന്നത്. ദർ ആർ സം ജനറൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. കുറച്ച് കോമൺ ആയി വരുന്ന ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് താഴെ പറയുന്നു. ദേ ആർ ആസ് ഫോളോസ്. ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ഈച്ച് അക്കൗണ്ടിങ് പീരീഡ്. ഓരോ അക്കൗണ്ടിങ് പീരീഡിൻ്റെയും പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടെത്തുക എന്നാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെയും ലക്ഷ്യം. സെക്കൻഡ് വൺ,
to find out the actual financial position of each branch at the end of the accounting period. ഓരോ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം ഓരോ ബ്രാഞ്ചിൻ്റെയും ആക്ച്വൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിനെ അല്ലെങ്കിൽ കണ്ടെത്തുന്നതിനെ ബ്രാഞ്ച് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. തേർഡ് വൺ, ടു എസ്റ്റിമേറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാഷ് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിൻ്റെയും ഗുഡ്സിൻ്റെയും ക്യാഷിൻ്റെയും ആവശ്യകത വിലയിരുത്തുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്. നെക്സ്റ്റ് വൺ, ടു evaluate the progress and performance of each branch and make suggestions. ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഗ്രസ് വികസനവും അതിൻ്റെ പ്രകടനവും പെർഫോമൻസും വിലയിരുത്തുന്നതിനും കൂടാതെ സജഷൻസ് മേക്ക് ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടു ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചും കൺട്രോൾ ചെയ്യുന്നതിനെ ബ്രാഞ്ച് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടു അസർട്ടൈൻ വെദർ ദ ബ്രാഞ്ച് ഷുഡ് ബി എക്സ്പാൻഡഡ് ഓർ ക്ലോസ്ഡ്. ബ്രാഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിന്. നെക്സ്റ്റ് വൺ, ടു അസർട്ടൈൻ വെദർ ദ ബ്രാഞ്ച് ഈസ് ഈൽഡിങ് എ സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ഇത്തരം ബ്രാഞ്ചുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ മുകളിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ റിട്ടേൺ ലഭിക്കുന്നുണ്ടെന്ന് തീരുമാനിക്കുന്നതിന് അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടു അസസ് ദ പ്രോസ്പെക്ട്സ് ഫോർ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഇൻ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിൻ്റെയും വികസനത്തിന് ആവശ്യമായിട്ടുള്ള പ്രോസ്പെക്ട്സ് അസസ് ചെയ്യുന്നതിന്. ആൻഡ് ലാസ്റ്റ് വൺ, ടു മീറ്റ് ദ ഓഡിറ്റ് റിക്വയർമെൻറ്റ് അണ്ടർ സെക്ഷൻ 228 ഓഫ് കമ്പനീസ് ആക്ട് 1956. ഓഡിറ്റ് റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുന്നതിന് കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 228 പറഞ്ഞിട്ടുള്ള ഓഡിറ്റ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. മുകളിൽ പറഞ്ഞതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. ജസ്റ്റ് റീക്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ. ബ്രാഞ്ച് എന്നാൽ എന്താണ്? എ ഡിവിഷൻ ഓഫ് എൻ എൻ്റർപ്രൈസ് ജിയോഗ്രഫിക്കലി സെപ്പറേറ്റഡ് ഫ്രോം ദ റെസ്റ്റ് ഓഫ് ദ ബിസിനസ് ആണ് ബ്രാഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അതർവൈസ് ബ്രാഞ്ച് ഈസ് ഈക്വൽ ടു ആൻ എക്സ്റ്റൻഷൻ ആൻഡ് പ്രോഫിറ്റ് സെൻറ്റർ ഓഫ് ഹെഡ് ഓഫീസ്. For ascertaining the profit, proper accounting records are maintained both the books of branch as well as head office. And branch accounting enal the profitability and efficiency can be tracked at the branch level. കൂടാതെ ഈ പാഠത്തിൽ നിന്നും ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഡിപെൻഡ് ബ്രാഞ്ചസ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആൻഡ് ഫോറിൻ ബ്രാഞ്ചസ് ആണ് മെയിൻ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്. ആൻഡ് ഡിപെൻഡ് ബ്രാഞ്ചസ് വെച്ചാൽ ഡസ് നോട്ട് മെയിൻറ്റെയിൻ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഹോൾ ഡിപെൻഡ് ഓൺ ഹെഡ് ഓഫീസ് ആണെന്ന് നമുക്കറിയാം. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് പ്രിപ്പയർ ദെയർ അക്കൗണ്ട്സ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് മെയിൻറ്റെയിൻ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണെന്നും പറയാം. ആൻഡ് നെക്സ്റ്റ് ഫോറിൻ ബ്രാഞ്ചസ് എന്നാൽ ലൊക്കേറ്റഡ് ആൻഡ് ഓപ്പറേറ്റഡ് ഔട്ട്സൈഡ് ദ കൺട്രി ആണെന്ന് അറിയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ ഒരു ടോപ്പിക്കോടുകൂടി നമ്മൾ ഈ ചാപ്റ്ററോട് വൈൻഡപ്പ് ചെയ്യാണ്. ബ്രാഞ്ച് എന്താണെന്നും ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.